ഹലോ, ഗുഡ് മോർണിംഗ്. അസൈൻമെന്റ് ആരെങ്കിലും ചെക്ക് ചെയ്തിരുന്നോ? ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നോ? എനിവൺ? ഓക്കെ, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതല്ലേ ക്വസ്റ്റ്യൻസ്, രേഷ്മ? അതെ മിസ്സേ, കുഴപ്പമില്ല. ഓക്കെ. അതുപോലത്തെ 2 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 10 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, കോഡ്സ് എഴുതാൻ വന്നു കഴിഞ്ഞാൽ. Okay, so good morning all. Let's start our class. Okay. So നമുക്ക് ഇന്ന് 4th module. Okay, next module start ചെയ്യാം. So 4th module JavaScript ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. Okay, JavaScript and jQuery. So JavaScript, basics of JavaScript പഠിക്കണം. അതിൽ വരുന്ന ഓപ്പറേഷൻസ്, എക്സ്പ്രഷൻസ്, സ്ക്രീൻ, അതിൻ്റെ ഔട്ട്പുട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫങ്ഷൻസ്, ഒബ്ജക്ട്സ്, എറേ, അങ്ങനെ കുറച്ച് ബേസിക്സ് ആണ്. കുറച്ച് വേഗം സി ഒക്കെ നിങ്ങൾ പഠിച്ചത് കൊണ്ട് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. ഓക്കെ,
പിന്നെ ജേക്വറി പഠിക്കാനുണ്ട്. ജേക്വറിൻ്റെതും ബേസിക്സ് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് 4th മോഡ്യൂളിൽ വരുന്നത്, ഇൻട്രൊഡക്ഷൻ ടു ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ജേക്വറി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിന്റെ ഓവർവ്യൂ. ഓക്കെ, ഓവർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. സോ JavaScript, overview of JavaScript and its origin. Okay, so JavaScript എന്ന് പറഞ്ഞാൽ it is a scripting language. Okay, it is a scripting language designed for web pages. ഒരു വെബ് പേജിന് ഡൈനാമിക് ആയിട്ട് നമുക്ക് എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് JavaScript എന്ന് പറയുന്നത്. ഓക്കെ, ഒറിജിനലി ഇറ്റ് വാസ് ഡെവലപ്ഡ് അറ്റ് നെറ്റ്സ്കേപ്പ് ആയിരുന്നു, ബൈ ബ്രെൻഡൻ എച്ച് എന്ന് പറഞ്ഞ ആളാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അണ്ടർ നെറ്റ്സ്കേപ്പ്. അപ്പോൾ ആൻഡ് ഇനീഷ്യൽ നെയിം ഓഫ് JavaScript is Mocha or Mocha. ഓക്കെ, ദെൻ ഇറ്റ് വാസ് റീനെയിംഡ് ആസ് LiveScript. ഓക്കെ, LiveScript എന്നുള്ള പേരിലേക്ക് വന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്റ്റാൻഡേർഡ്. നമ്മുടെ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ റൂൾസ് ഡെവലപ്പ് ചെയ്തത് ECMA ആയിരുന്നു. ഓക്കെ, ഇൻ ലേറ്റ് 1990s ജാവാസ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ലാംഗ്വേജ് സ്റ്റാൻഡേർഡ്സ് വാസ് ഡെവലപ്ഡ് ബൈ യൂറോപ്യൻ കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ, ECMA. Okay, and it was called as ECMA 262. Okay, and that standard, it was approved by ISO standard. ISO ആണ് പിന്നെ അത് അക്സെപ്റ്റ് ചെയ്തത്, ആ സ്റ്റാൻഡേർഡിനെ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ISO 16262 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ആണ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇപ്പം എന്ന് പറയുന്നത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ വേർഷൻ ഒക്കെ പറയുന്നത്, ഇതിലെ ECMA 262ന്റെ വേർഷൻ എന്ന് പറയുന്നത് നൗ കറണ്ട് വേർഷൻ ഇസ് 5 ആണ് പറയുന്നത്. സോ ഇത്രയാണ് ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ഡെവലപ്ഡ് ബൈ നെറ്റ്സ്കേപ്പ് ആയിരുന്നു, ബൈ ബ്രെൻഡൻ ഇച്ച് ആണ്. മോക്ക എന്നാണ് ഇനീഷ്യലി, ഒരു മോച്ച എന്നാണ് ഇനീഷ്യലി അതിന് പറഞ്ഞത്. പിന്നെ LiveScript ആയിട്ട് റീനെയിം ചെയ്തു. പിന്നെ ECMA ആണ് അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ്സ് കൊടുത്തത്. ആ സ്റ്റാൻഡേർഡ്സ് ISO ആക്സെപ്റ്റ് ചെയ്തു, അപ്രൂവ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ECMA ഇവരുടെ സ്റ്റാൻഡേർഡ്സിന്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് വേർഷൻ നമ്പർ 5 ആണ്. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സെർവർ സൈഡിലും ക്ലയന്റ് സൈഡിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലയന്റ് സൈഡ് പ്രോഗ്രാമിംഗ് ആൻഡ് സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലയന്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ഒരു HTML ഡോക്യുമെന്റിന്റെ ഉള്ളിൽ തന്നെ എംബഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി എംബഡഡ് ഇൻ HTML ഡോക്യുമെന്റ്. ഓക്കെ, അപ്പോൾ HTML കോഡ്സ് ഓൾറെഡി അറിയുവാണെങ്കിൽ ജസ്റ്റ് ചെറിയൊരു എന്താ പറയുക കോഡിങ്സ് മാത്രമേ ഉള്ളൂ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നോർമലി എന്തിനു വേണ്ടിയിട്ടാണ്, വെബ് പേജ് ഡിസൈനിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഓർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ജാവാസ്ക്രിപ്റ്റിനെ 3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഓക്കെ, ദ കോർ പാർട്ട്, ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻസ്, സ്റ്റാൻഡേർഡ്സ്, സബ് പ്രോഗ്രാംസ്, ഫങ്ഷൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു C പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റർ എന്താണ്, എക്സ്പ്രഷൻ എന്താണ്, സ്റ്റേറ്റ്മെന്റ് എന്താണ്, വേരിയബിൾസ്, ടോക്കൺസ് എന്നൊക്കെ പറഞ്ഞില്ലേ. സോ അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് കോർ പാർട്ട്. ഓക്കെ, പിന്നെ പറഞ്ഞത് ക്ലയന്റ് സൈഡ് വർക്കിങ്ങിന്. ഓക്കെ, അപ്പോൾ ക്ലയന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് സപ്പോർട്ട്സ് ക്ലയന്റ് കൺട്രോൾ ഫോർ യൂസേഴ്സ്. ഓക്കെ, യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്ട്സും ഫങ്ഷൻസും ഒക്കെയാണ് ക്ലയന്റ് സൈഡ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫോം ഫില്ല് ചെയ്തു. ഓക്കെ, ഫോം ഫില്ല് ചെയ്തിട്ട് വെൻ യു പ്രസ് ദ സബ്മിറ്റ് ബട്ടൺ, നോർമലി എന്താ പറഞ്ഞത്, മുന്നേ നമ്മൾ CGI സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ എന്താ പറഞ്ഞത്, ഇറ്റ് വിൽ ഗോ ടു സെർവർ എന്ന് പറഞ്ഞു. അപ്പോൾ സെർവറിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഓക്കെ, സെർവർ എപ്പോഴും ഫുള്ളാണ്, കുറേ ടാസ്ക് പെർഫോം ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ വാലിഡേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, ക്ലയന്റ് സൈഡിൽ തന്നെ പെർഫോം ചെയ്യും. ഓക്കെ, വാലിഡേഷൻ മീൻസ് ഫോർ എക്സാമ്പിൾ ഇമെയിൽ ഐഡിന്റെ ഫോർമാറ്റ് വാലിഡേഷൻ എങ്ങനെ വരിക, നിങ്ങൾക്കൊരു യൂസർ നെയിം ഉണ്ടാവും, @ ഉണ്ടായിരിക്കണം, ആൻഡ് ഇപ്പോൾ gmail.com ആണെങ്കിൽ അങ്ങനെ ആ ഡൊമൈൻ കറക്റ്റ് ആയിട്ട് പറയണം, ജിമെയിൽ ആണോ യാഹു ആണോ, ഓക്കെ, എന്താന്നുള്ളത്. സോ ആ ഒരു ഫോർമാറ്റ് പാറ്റേൺ മാച്ചിങ് അവിടെ നടക്കും. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, നോർമലി സെർവർ സൈഡിൽ നടക്കും, ബട്ട് സെർവറിന്റെ ലോഡ് കുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലയന്റ് സൈഡിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഫീൽഡും, ഓക്കെ, അതുപോലെ ഫോൺ നമ്പർ ഇസ് എൻ എക്സാമ്പിൾ. ഫോൺ നമ്പർ നോർമലി 10 ഡിജിറ്റ് ആണ്. ഓക്കെ, ഒരു മൊബൈൽ നമ്പർ 10 ഡിജിറ്റ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ആ 10 ഡിജിറ്റ് തന്നെയാണോ യൂസർ എൻ്റർ ചെയ്തത് എന്നുള്ളത് ക്ലയന്റ് സൈഡിൽ തന്നെ വെരിഫൈ ചെയ്യാം.
ഓക്കെ, അങ്ങനെ ഓരോ പോർഷനും വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം യു ക്യാൻ സബ്മിറ്റ് ദ ക്വറി ടു സെർവർ. അപ്പോൾ സെർവർ എന്ത് ചെയ്താൽ മതി, അതിനെ ജസ്റ്റ് പ്രോസസ് ചെയ്താൽ മതി. ഡാറ്റാബേസിലോട്ട് അപ്ലോഡിങ്ങോ ഡാറ്റാബേസിലോട്ട് കൊടുക്കുകയോ എന്തോ ചെയ്താൽ മതി. കാരണം അതിന്റെ ബാക്കിയുള്ള ഫീൽഡ്സ് ഒക്കെ എവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്, വാലിഡേഷൻ ക്ലയന്റ് സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റും. സോ അതൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് ക്ലയന്റ് സൈഡ്. ക്ലയന്റ് സൈഡിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ക്ലയന്റ് സൈഡ് പാർട്ട്. നെക്സ്റ്റ് സെർവർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വെബ് സെർവർ. വെബ് സെർവറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും സ്ക്രിപ്റ്റിംഗ് വെച്ചിട്ട്, ഓക്കെ, അതൊക്കെയാണ് സെർവർ സൈഡിൽ പറയുന്നത്. അപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റിനെ നമുക്ക് 3 പാർട്സ് ആക്കിയിട്ട് കോമൺലി ഡിവൈഡ് ചെയ്യാം. കോർ പാർട്ട്, ക്ലയന്റ് സൈഡ് പാർട്ട്, സെർവർ സൈഡ് പാർട്ട്. ഓക്കെ, അപ്പോൾ ക്ലയന്റ് സൈഡിൽ നോർമലി ഐ ടോൾഡ് നമുക്ക് ക്ലയന്റ് സൈഡാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. സോ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ എന്താണ്, നമ്മുടെ ഒരു HTML നോർമൽ ആയിട്ടുള്ള HTML ഡോക്യുമെന്റിൽ യു വിൽ എംബഡ് ദിസ് സ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റ് എംബഡ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ ഒരു HTML യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് സ്ക്രിപ്റ്റ്. എത്ര സ്ക്രിപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ജാവാസ്ക്രിപ്റ്റ്. അതിന് ടാഗ് ഉണ്ട്, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ, ക്ലിയർ ആണോ? ഓക്കെ, ഇജാസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും? ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ, അനുഗ്രഹ്, ദിൽന, കാർത്തിക്. ഓക്കെ, സോ വി ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ജാവ. ഓക്കെ, ആക്ച്വലി നമുക്ക് പേര് കാണുമ്പോൾ ആ സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, ജാവാസ്ക്രിപ്റ്റും ജാവയും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് ഫീൽ ചെയ്യും. ബട്ട് ദേ ആർ നോട്ട് സെയിം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റും ജാവയും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡിഫറൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അത് ടെക്സ്റ്റിലും അതുപോലെ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ജാവ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ഉണ്ട് ഓവർവ്യൂവിന്റെ അണ്ടറിൽ. സോ അതുപോലെ തന്നെയാണ് ഞാൻ PPT ക്രിയേറ്റ് ചെയ്തത്. സോ അതിൽ നമുക്ക് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ടൈപ്പ് പറയുകയാണെങ്കിൽ ജാവ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ പ്യൂർലി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ബട്ട് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് എ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, വെബ് പേജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ്. ഓക്കെ, ജാവ എന്ന് പറയുന്നത് ശരിക്ക് എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിൻടാക്സും സെമാൻറ്റിക്സും ഫോളോ ചെയ്യുന്നതാണ് ജാവ. ഇവിടെയാണെങ്കിൽ റിലാക്സ്ഡ് സിൻടാക്സ് റൂൾസ് ആണ് ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, ജാവയിൽ നമുക്കറിയാം കമ്പൈൽ ടൈപ്പ്, നമുക്ക് എറേഴ്സും കാര്യങ്ങളൊക്കെ കമ്പൈൽ ടൈമിൽ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിൻടാക്സ് ഉണ്ട്, അതുപോലെ അതിനുള്ള സെമാൻറ്റിക്സും ഉണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ വീക്കാണ്, വീക്ക്ലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ ജാവ എന്ന് പറയുന്നത് എന്താണ്, ഊപ്സ് കോൺസെപ്റ്റ് ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് എന്നുള്ള ആ പ്രോപ്പർട്ടി രണ്ടിലും ഉണ്ട്. ബട്ട് വൺ ഈസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് വൺ ഈസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഫോർ വെബ് പേജസ്. പിന്നെ JVM, ജാവ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാവ വെർച്വൽ മെഷീൻ വേണം. ഓക്കെ, ജാവേന്റെ കോഡ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എൻവയോൺമെന്റ് വേണം. അതാണ് ജാവ വെർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ജാവ സ്ക്രിപ്റ്റിന്റെ കേസിൽ നമുക്ക് എന്താണ്, ഒരു ബ്രൗസർ മതി. ഓക്കെ, JVMന്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ബ്രൗസർ ഉണ്ടാവും. ബ്രൗസർ ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഉള്ള എല്ലാ ബ്രൗസേഴ്സും ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബ്രൗസറേ വേണ്ടുള്ളൂ, കാരണം ബ്രൗസറിലാണ് നമ്മൾ സ്ക്രിപ്റ്റും HTML പേജൊക്കെ റൺ ചെയ്യുന്നത്. സോ വി നീഡ് ഓൺലി എ ബ്രൗസർ. നേരെ മറിച്ച് ജാവയുടെ കേസിൽ യു നീഡ് ആൻ എൻവയോൺമെന്റ്. അതിന് ജാവ വെർച്വൽ മെഷീൻ എന്നാണ് പറയുക. JVM ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഫയൽ എക്സ്റ്റൻഷൻ. ഫയൽ എക്സ്റ്റൻഷൻ ജാവയുടെ കേസിൽ ഇറ്റ് വിൽ ബി ഫയൽ നെയിം ഡോട്ട് ജാവ. ഡോട്ട് ജാവ എക്സ്റ്റൻഷൻ ആണ്. ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ ഇഫ് യു ആർ റൈറ്റിംഗ് ദ ജാവാസ്ക്രിപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ഫയൽ, നിങ്ങൾക്ക് HTML പേജിന്റെ ഉള്ളിൽ എംബഡ് ചെയ്യാം. അതർവൈസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ എ സെപ്പറേറ്റ് ഫയൽ. സോ സെപ്പറേറ്റ് ഫയൽ ആണെങ്കിൽ ദ എക്സ്റ്റൻഷൻ ഈസ് .js. ഓക്കെ, .js എന്നാണ് ഫയലിന്റെ എക്സ്റ്റൻഷൻ വരിക. ഓക്കെ,
അപ്പോൾ JVM അതിന് പെർഫോമൻസ് ആൻഡ് മെമ്മറി കൺസപ്ഷൻ്റെ കേസിൽ നമുക്ക് ജാവയുടെ കേസിൽ ആസ് ഐ ഹാഡ് ടോൾഡ് യു നീഡ് JVM അല്ലേ, JVM ഒക്കെ വേണം. സോ ഇറ്റ് കൺസ്യൂംസ് മോർ മെമ്മറി കൂടുതലാവുമ്പോൾ പെർഫോമൻസ് എന്തായിരിക്കും, ഇത്തിരി സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ജാവയുടെ കേസിൽ. ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ അങ്ങനെ നമുക്ക് വേറൊരു ഇന്റർഫേസോ എൻവയോൺമെന്റോ വേണ്ട, ജസ്റ്റ് ഒരു ബ്രൗസർ മതി. ഓക്കെ, ബ്രൗസറിലാണ് ഇന്റർപ്രിട്ടേഷൻ നടക്കുന്നത്. സോ ഇറ്റ് കൺസ്യൂംസ് ലെസ് മെമ്മറി ആണെങ്കിൽ ഫാസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, അതാണ് ജാവാസ്ക്രിപ്റ്റും ജാവയും തമ്മിലെ ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായല്ലോ. കീ പോയിന്റ്സ് എന്താണ്, ഒരു 6 പോയിന്റ്സ് ആണ് പറയണത്. അപ്പോൾ അതിൽ ലാംഗ്വേജ് നോക്കുവാണെങ്കിൽ ജാവ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് അതർ വൺ ഈസ് object oriented scripting language. Then syntax means strict syntax ആണ് ജാവയിൽ, സെമാൻറ്റിക്സും ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ റിലാക്സ്ഡ് ആണ്, കുറച്ച് ലൂസ് സിൻടാക്സ് ആണ്. ദെൻ ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതർ വൺ ഈസ് ഒബ്ജക്റ്റ് ബേസ്ഡ് തന്നെ ബട്ട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ദെൻ ജാവ റിക്വയർസ് JVM, ജാവാസ്ക്രിപ്റ്റ് റിക്വയർസ് ബ്രൗസർ. ദെൻ ഫയൽ എക്സ്റ്റൻഷൻ ജാവയിൽ .java ഫയലാണ്, ജാവാസ്ക്രിപ്റ്റിൽ .js ഫയലാണ്. ഓക്കെ, ദെൻ പെർഫോമൻസ് നമുക്ക് JVM, ജാവേൻ്റെ കേസിൽ JVM വേണം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ അത് മെമ്മറി എടുക്കുവാണെങ്കിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കുറച്ച് സ്ലോ ആയിരിക്കും. മോർ മെമ്മറി ലെസ് എന്താ പറയുക സ്ലോവർ ആയിരിക്കും. ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ നോ സച്ച് മെമ്മറി അല്ലേ, ജസ്റ്റ് ബ്രൗസറിൽ റൺ ചെയ്യുന്നു, നമുക്കത് വെബ് പേജിൽ കാണാൻ പറ്റുന്നു എഫക്റ്റ്. ഓക്കെ, സോ ഇറ്റ് is faster compared to Java. ക്ലിയർ ആണോ ജാവയും ജാവാസ്ക്രിപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ ആണോ? എന്തൊക്കെ ഡിഫറൻസ് അത്തിൻ പറഞ്ഞേ. അത്തിൻ, മസ്ന, എനി വൺ ഡിഫറൻസ്? ജാവാസ്ക്രിപ്റ്റും തമ്മിലുള്ള എനി വൺ ഡിഫറൻസ്? മസ്ന ഉണ്ടോ? എനി വൺ ഡിഫറൻസ്? ജാവ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അജ്മൽ, നെക്സ്റ്റ് പോയിന്റ്. അജ്മൽ. നിതിൻ. ഹലോ, പറഞ്ഞോളൂ. നെക്സ്റ്റ് പോയിന്റ്. ഫയൽ എക്സ്റ്റൻഷൻ ജാവയിൽ ഫയൽ എക്സ്റ്റൻഷൻ .java ആണ്, മറ്റേതിൽ .js ആണ്. ഓക്കെ, ശ്രീഷ്മ. നെക്സ്റ്റ് പോയിന്റ്. ജാവാസ്ക്രിപ്റ്റിന്റെ കേസിലാണെങ്കിൽ വീക്ക്ലി ടൈപ്പ് ലാംഗ്വേജ് ആണ്, പക്ഷെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് വീക്ക് റൂൾസ് ആണ് അല്ലെ, ലൂസ് റൂൾസ് ആണ്, സിന്റാക്സ് റൂൾസ്. ജാവയുടെ കേസിലോ സ്ട്രിക്റ്റ് ആണ്, കേസ് ഒക്കെ നോക്കണം. ഓക്കെ, കേസ് സെൻസിറ്റീവ്, രണ്ടിലും കേസ് സെൻസിറ്റീവ് ആണ്, പക്ഷെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ്. ഓക്കെ, ജാവയിൽ. നെക്സ്റ്റ് പോയിന്റ് ഇജാസ്. വിഷ്ണു. ഉണ്ടോ? കാർത്തിക്. നെക്സ്റ്റ് പോയിന്റ് ആരെങ്കിലും പറയോ? ജാവയില് JVM ഇത് വെർച്വൽ എൻവയറമെന്റ്, മറ്റേത് JVMന്റെ ആവശ്യമില്ല. എങ്ങനെയാണ് നമ്മൾ റൺ ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ? ബ്രൗസറിലാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ അതാണ് ജാവാസ്ക്രിപ്റ്റും ജാവയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് യൂസസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ഇതൊക്കെ ഓവർവ്യൂവിൽ വരുന്നത് തന്നെയാണ് യൂസസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, എന്താണ് നമുക്കറിയാം, ഇറ്റ് ഇസ് എ സ്ക്രിപ്റ്റിംഗ് അല്ലേ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഹാവ് ദ കേപ്പബിലിറ്റി ടു വർക്ക് അറ്റ് ബോത്ത് സെർവർ ആൻഡ് ക്ലയന്റ് സൈഡ്. സെർവർ സൈഡിലും യൂസ് ചെയ്യാം,
ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിങ്ങിനും യൂസ് ചെയ്യാം. ഓക്കെ, ക്ലയൻറ്റ് സൈഡിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എംബഡഡ് ഇൻ HTML ഡോക്യുമെന്റ്. ഓക്കെ, HTML ഡോക്യുമെന്റിലാണ്, ബ്രൗസറിലാണ് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്രൗസർ റൺ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു HTML ഫയലിൽ ജാവാസ്ക്രിപ്റ്റ് കോഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. നോർമലി HTML പേജ് ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡും അവിടെ എന്താവും, ഇന്റർപ്രറ്റ് ആവും. ഓക്കെ, ഇഫ് ദ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന്റെ വർക്കിംഗ് കാണാൻ പറ്റില്ല. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു വർക്കിംഗ് ആണ്, നമ്മളിപ്പം ജസ്റ്റ് നെറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിന്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മൗസ് വെക്കുമ്പോൾ നമുക്കൊരു പോപ്പപ്പ് മെനു വരുന്നു. ഓക്കെ, അതിന്റെ സ്മോൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഒരു പോപ്പപ്പ് മെനു വരുന്നു. സോ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ചെയ്യാം ഈസി ആയിട്ട്. ഓക്കെ, അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ ജസ്റ്റ് നമുക്കൊരു ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയലോഗ് ബോക്സ് വരും, ഓക്കെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യു ആർ ഗോയിങ് ടു സബ്മിറ്റ് ദ ഫോം, ഓക്കെ ഓർ ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അവിടെ ഓക്കെ കൊടുത്തിട്ടാണ് പിന്നെയും നമ്മൾ ഫോം സബ്മിറ്റ് ആവുന്നത്. സോ അതൊക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള അതുപോലത്തെ ഒരു ഇതൊക്കെ കേസൊക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സെർവർ സൈഡിൽ യൂസ് ചെയ്യാം, ക്ലയൻറ്റ് സൈഡിൽ യൂസ് ചെയ്യാം. ക്ലയൻറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് HTML സ്ക്രിപ്റ്റിൽ ഇവിടെ, കാരണം ഈ ടെക്സ്റ്റിൽ ക്ലയൻറ്റ് സൈഡാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ അതിനെ പറ്റിയിട്ടാണ് കുറേയും കൂടെ പറയുന്നത്. ഓക്കെ, HTML ഡോക്യുമെന്റിൽ എംബഡ് ചെയ്യുന്നു, ബ്രൗസറിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് അഡ്വാൻറ്റേജ് എന്താ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോഡ് കുറക്കാം. എല്ലാ കാര്യങ്ങളും സെർവർ ചെയ്യുന്നതിന് പകരം കുറച്ച് വാലിഡേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെർവറിന് നമ്മൾ അധികം ലോഡ് കൊടുക്കില്ല. ഓക്കെ, പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് സൈഡിന് സെർവർ സൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ക്ലയൻറ്റ് സൈഡിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഇസ് ദറ്റ് പോയിന്റ്. ക്ലയൻറ്റ് സൈഡ് ജാവാസ്ക്രിപ്റ്റ് കനോട്ട് റീപ്ലേസ് ഓൾ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ്. കാരണം എന്താ, സെർവർ സൈഡിൽ നമുക്ക് ഫയൽ ഓപ്പറേഷൻസ്, ഡാറ്റാബേസ് ആക്സസ്, നെറ്റ്വർക്കിങ്ങിന്റെ കോഡ്സ് ഒക്കെ സെർവർ സൈഡിൽ അവൈലബിൾ ആണ്. പക്ഷെ ക്ലയൻറ്റ് സൈഡിൽ അതൊന്നും പറ്റില്ല. കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ക്ലയൻറ്റ് സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫയൽ ഓപ്പറേഷൻസ്, ഡാറ്റാബേസ് ആക്സസിങ്, അതുപോലെ നെറ്റ്വർക്കിംഗ്, ഇതൊന്നും എന്തില്ല, ക്ലയൻറ്റ് സൈഡിൽ സപ്പോർട്ടിംഗ് അല്ല. ഓക്കെ, അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു യൂസർക്ക് ഇൻട്രാക്ഷൻസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി കൊടുക്കാൻ പറ്റും. അതുപോലെ ഡൈനാമിക് ആയിട്ട് നമുക്ക് വെബ് പേജിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഈസി ബൈ യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഇതാണ് യൂസസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ക്ലിയർ ആണോ? എന്തൊക്കെയായിരുന്നു? പ്രോഗ്രാമിംഗ് അറ്റ് ബോത്ത് സെർവർ ആൻഡ് ക്ലയൻറ്റ് സൈഡ്. ദെൻ ക്ലയൻറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ HTML ഡോക്യുമെന്റിൽ എംബഡ് ചെയ്യും, ബ്രൗസർ ഇന്റർപ്രറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ സെർവർ സൈഡിലെ ലോഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സെർവർ സൈഡിലുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റിയും ക്ലയൻറ്റ് സൈഡിൽ അവൈലബിൾ അല്ല. ഫോർ എക്സാമ്പിൾ ഫയൽ ഓപ്പറേഷൻ, ഡാറ്റാബേസ് ആക്സസിങ്, നെറ്റ്വർക്കിംഗ്, ഇതൊന്നും ക്ലയൻറ്റ് സൈഡിൽ കിട്ടില്ല. ഓക്കെ, ദെൻ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. യൂസർക്ക് നമുക്കൊരു വെബ് പേജ് വഴി കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇന്ററാക്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഡൈനാമിക് വെബ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഡോം, ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ. അതായത് നമുക്ക് അത് പഠിക്കാനുണ്ട്, ഡോം മോഡൽ പഠിക്കാനുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഏതൊരു ലാംഗ്വേജിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ്, അതാണ് ഡോം, ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയുന്നത്. സോ അതിൽ കുറേ പ്രോപ്പർട്ടീസും ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. CSS വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽസ് കൊടുക്കാം. ഓക്കെ, അതുപോലെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്യാം, HTML എലമെന്റ്സിനൊക്കെ മോഡിഫൈ ചെയ്യാം. അതിന് ഡോം എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നെ പഠിക്കാം, ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ദെൻ ജാവാസ്ക്രിപ്റ്റ് ഈസ് ഇവന്റ് ഡ്രിവൺ ആണ്. ഓക്കെ, ഇവന്റ് ഡ്രിവൺ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം. സി, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ജസ്റ്റ് എന്താ ഔട്ട്പുട്ട് മാത്രം നോക്കിയാൽ മതി. സേ ഹലോ, ഇറ്റ് ഇസ് എ ബട്ടൺ. മനസ്സിലായല്ലോ? സേ ഹലോ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ആണ്. ഓക്കെ, വെൻ യു പ്രസ് ദാറ്റ് ബട്ടൺ സംതിങ് വിൽ ഒക്കർ. ഓക്കെ, സം ഇവന്റ് വിൽ ജനറേറ്റ്. എന്താണ് ഇവിടെ എന്താ കേസ് എന്ന് പറഞ്ഞാൽ, സേ ഹലോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പോപ്പപ്പ് മെനു ആണ് വരുന്നത്. ഓക്കെ, അതാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഇവന്റ് ഡ്രിവൺ ആണ് ജാവാസ്ക്രിപ്റ്റ്. എന്തെങ്കിലും ഒരു ക്ലിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ്, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ജാവാസ്ക്രിപ്റ്റിന് മനസ്സിലാക്കാൻ പറ്റും. മൗസ് മൂവ്മെന്റ്, മൗസ് ക്ലിക്ക്
ഓക്കെ, ഒരു മൗസ് പ്രസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് കോഡ് എഴുതാം. ഓക്കെ, അതാണ് ഇവന്റ് ഡ്രിവൺ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ഇവന്റ്സ് ആണ്. നമ്മുടെ HTML പേജിൽ എന്തൊക്കെ ഇവന്റ്സ് നടക്കുന്നുണ്ടോ, ക്ലിക്ക് ആണോ, മൂവ്മെന്റ് ആണോ, എന്തൊക്കെ ഇവന്റ്സ് നടക്കുന്നുണ്ടോ ആ ഇവന്റ്സിനെ വെച്ചിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവന്റ് ഡ്രിവൺ എന്ന് പറയാൻ കാരണം. ജാവാസ്ക്രിപ്റ്റ് ഇവന്റ് ഡ്രിവൺ ആണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു എക്സാം പോർട്ടൽ, ഇപ്പം സ്റ്റാഫ് സെലക്ഷൻ്റെ ഒക്കെ എക്സാം പോർട്ടൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരൊന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യും ഒരു പോപ്പ് മെനുവിൽ, യു ആർ ഗോയിങ് ടു സബ്മിറ്റ് ദ ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടെ അവർ ചോദിക്കും നമ്മുടെ അടുത്ത്. അവിടെയും നമ്മൾ യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സബ്മിറ്റ് ആവുക. സോ ആ ഒരു കേസ് എന്താണ്, ഇനീഷ്യലി നമ്മൾ സബ്മിറ്റ് ചെയ്തു, പ്രസ് ചെയ്തു, ആ പ്രസ് ചെയ്യുമ്പോഴാണ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയത്. അവിടെ പിന്നെ ഒരു പ്രസ്സിങ് വരുമ്പോഴാണ് സബ്മിറ്റ് ആവുന്നത്. സോ അതൊക്കെയാണ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ക്ലിക്കിംഗ്, സെലക്ഷൻ, ഇതൊക്കെയാണ് ഇവന്റ്സ്. സോ ജാവാസ്ക്രിപ്റ്റ് ഈസ് ഇവന്റ് ഡ്രിവൺ. ഓക്കെ, അപ്പോൾ അതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യൂസേഴ്സ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് എന്താണ്, ബ്രൗസേഴ്സ് ആൻഡ് HTML. നമുക്ക് ജാവാസ്ക്രിപ്റ്റിന് നമുക്ക് HTML ഡോക്യുമെന്റിൽ എംബഡ് ചെയ്യാം. ഓക്കെ, എംബഡ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് എക്സ്പ്ലിസിറ്റ് എംബഡിങ്ങും സെക്കൻഡ് വൺ ഇംപ്ലിസിറ്റ് എംബഡിങ്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും. അതിൽ ഇംപ്ലിസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫയൽ സെപ്പറേറ്റ് ഒരു ഫയൽ കീപ്പ് ചെയ്യും ജാവാസ്ക്രിപ്റ്റിന്. .js എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് യു വിൽ ക്രിയേറ്റ് എ ഫയൽ ആൻഡ് യു വിൽ ക്രിയേറ്റ് അനദർ HTML ഡോക്യുമെന്റ്. ഒരു .html എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റും ക്രിയേറ്റ് ചെയ്യും വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ജാവാസ്ക്രിപ്റ്റിനെ ഇമ്പോർട്ട് ചെയ്യും. നമ്മൾ CSS പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റിന്റെ ഫയലിനെ HTML പേജിൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്താൽ മതി. അതാണ് എക്സ്പ്ലിസിറ്റ് എന്നുള്ള കേസ്. ഇനി ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വിത്തിൻ ദാറ്റ് HTML ഡോക്യുമെന്റിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക, എംബഡ് ചെയ്ത് വെക്കുക. സോ അത് നിങ്ങൾക്ക് ഹെഡിൽ അല്ലെങ്കിൽ ബോഡി പോർഷനിൽ ചെയ്യാം. ഓക്കെ, ഹെഡ് പോർഷനിലും ചെയ്യാം, ബോഡി പോർഷനിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ഒരു ഇംപ്ലിസിറ്റിന്റെ കേസിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പം HTML അറിയുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം HTML കോഡിംഗ് മാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റും കൂടെ വരുമ്പം കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ മിക്സഡ് കോഡ്സ് കാണുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി, അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് ലാംഗ്വേജും ക്ലിയർ ആയിട്ട് ഐഡിയ ഉള്ള ഒരാൾക്ക് ദേ വിൽ ട്രൈ ടു യൂസ് ഇംപ്ലിസിറ്റ് എംബഡിങ്. എന്തുകൊണ്ടാണ്, HTML കോഡിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്ര സ്ക്രിപ്റ്റ് വേണമെങ്കിലും എഴുതാം. അത് ഹെഡ് പോർഷനിലും എഴുതാം, ബോഡി പോർഷനിലും എഴുതാം. ഓക്കെ, അതെങ്ങനെ എഴുതുന്നത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എവിടെ വേണമെങ്കിലും ഹെഡ് പോർഷനിലും ബോഡി പോർഷനിലും എനി നമ്പർ ഓഫ് സ്ക്രിപ്റ്റ്സ് യു ക്യാൻ റൈറ്റ്. ഓക്കെ, disadvantage is that you have to know both the languages, otherwise it will be a problem. ഓക്കെ, ഇനി എക്സ്പ്ലിസിറ്റിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താണ്, ജസ്റ്റ് ഒരു HTML പേജ് ആണ് നോർമലി നമ്മൾ പഠിച്ചതാണ്. അതിൽ ജസ്റ്റ് ഒരു ലൈന് വരുന്നേ ഉള്ളൂ, എന്തിന്, ഈ ജാവാസ്ക്രിപ്റ്റിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിൽ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, അതൊരു വേറൊരു പേജിലാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് എക്സ്പ്ലിസിറ്റ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. എക്സാമ്പിൾ പറയേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. ഓക്കെ, HTML കോഡ് എഴുതി, ഹെഡ്, സ്ക്രിപ്റ്റ്. കണ്ടോ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ആണ്. നിങ്ങൾക്ക് ഹെഡിലും ചെയ്യാം ബോഡിയിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ ഞാൻ ഹെഡിന്റെ കേസ് ആദ്യം പറയാം. ഹെഡ് സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു എന്താണ്, ടെക്സ്റ്റ്/ജാവാസ്ക്രിപ്റ്റ്. നിങ്ങൾ CSS പഠിച്ചിട്ടുണ്ടായിരുന്നു. CSS എന്താ പഠിച്ചത്, ടെക്സ്റ്റ്/CSS എന്ന് പറഞ്ഞു അല്ലേ. സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽ ടൈപ്പ് ആണ് പഠിച്ചത്. ഇവിടെ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, എന്നിട്ട് സ്ക്രിപ്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇതിൽ ഓക്കെ, ഇതെന്താ കേസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മൈനസ് ഉണ്ട്, ഇവിടെ താഴെ ഒരു മൈനസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളുടെ ബ്രൗസർ സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതൊരു എറർ വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇതിനൊരു കമന്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക. HTML കമന്റ്സ് ആക്കിയിട്ട് എങ്ങനെയാണ് വെക്കുക, HTML കമന്റ് എങ്ങനെയാണ്, ആംഗിൾ ബ്രാക്കറ്റ്, എക്സ്ക്ലമേഷൻ മൈനസ്, ലാസ്റ്റ് കമന്റ് ക്ലോസ് ചെയ്യുക, മൈനസ് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത്രയാണ് കമന്റ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സപ്പോസ് യുവർ ബ്രൗസർ സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, ഈ ഒരു സ്ക്രിപ്റ്റിന്റെ പോർഷൻ കംപ്ലീറ്റ് കമന്റ്സ് ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം, സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം ഇങ്ങനെയാണ് സ്ക്രിപ്റ്റിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, സ്ക്രിപ്റ്റിന്റെ സ്റ്റാർട്ടിങ് ഇത് തന്നെയാണ്.
പക്ഷെ ഈ ഒരു കേസ് ഇവിടെ ഡബിൾ സ്ലാഷ് ഇട്ടുണ്ടോ, ഈ ഡബിൾ സ്ലാഷ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൽ കമന്റ് ആണ്. സിയിൽ കമന്റ് ചെയ്യുന്ന പോലെ ഡബിൾ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ എന്താണ്, കമന്റ് ആണ്. ഓക്കെ, അപ്പൊ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഈ ലൈന് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഈ ലൈനെ കൺസിഡർ ചെയ്യില്ല, സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി ബ്രൗസർ സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ വരിക, HTML വർക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ സ്ക്രിപ്റ്റിന്റെ കംപ്ലീറ്റ് എന്തായിരിക്കും, ഇത് കംപ്ലീറ്റ് HTMLന്റെ കമന്റ്സ് ആക്കിയിട്ട് അങ്ങ് മാറും. കാരണം HTML കമന്റും സ്റ്റാർട്ട് ചെയ്യണത് ഇങ്ങനെയാണ്, എൻഡിങ് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കേസ് അവിടെ ഇട്ടത്. മനസ്സിലായോ? ഈ പറഞ്ഞത് ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് ക്ലിയർ ആണോ? ഒന്ന് മെസ്സേജ് ചെയ്തേ. ക്ലിയർ ആണോ? എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്തത്? മനസ്സിലാവുന്നില്ലേ എടുക്കുന്നത്? റെസ്പോൺസ് ഇല്ലല്ലോ, ബോയ്സ് സൈഡിൽ നിന്ന് റെസ്പോൺസ് ഇല്ലാത്ത. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടേ ചോദിക്കൂ. ആകാശ്, അഭിനന്ദ്, അഭിനവ്, ഡൗട്ട് ഉണ്ടോ? പ്രോഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ജസ്റ്റ് കമന്റ്സ് മാത്രമേ ഇപ്പൊ ചോദിച്ചിട്ടുള്ളൂ. അത് ക്ലിയർ ആണോ എന്നുള്ളത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മുടെ ബ്രൗസർ സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും, ഈ ലൈന് മാത്രം അവർ കമന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം ജാവാസ്ക്രിപ്റ്റിൽ ഡബിൾ സ്ലാഷ് തുടങ്ങുന്നത് കമന്റ് ആണ്. സിയിലുള്ള പോലെ തന്നെയാണ് കമന്റ്. ഓക്കെ, മൾട്ടി ലൈൻ കമന്റ് എന്ന് പറഞ്ഞാൽ സ്ലാഷ് സ്റ്റാർ സ്റ്റാർ സ്ലാഷ് സിയിലുള്ള സെയിം ആണ്. ഓക്കെ, ഇനി അല്ല, ഇവിടെ HTML ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല ബ്രൗസർ. സോ HTML മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ആ കേസിലാണെങ്കിൽ ഇത് ഫുള്ള് കമന്റ്സ് ആയിട്ട് അങ്ങ് എടുക്കും. HTML കമന്റ് കോഡ് പോലെ കമന്റ്സ് ആക്കി അങ്ങ് എടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു നിങ്ങൾ കൊടുത്തു ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു ഫംഗ്ഷൻ എഴുതി. എന്താണ് ഫംഗ്ഷൻ സ്പേസ്, ഫംഗ്ഷന്റെ പേര് എന്താണ്, സേ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫംഗ്ഷന്റെ പേര്. യു ക്യാൻ ഗിവ് എനി അതർ നെയിം. ഓക്കെ, ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ട്, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ എന്താണ് അലേർട്ട് കൊടുത്തത്, അലേർട്ട് എന്താണ്, ഹലോ വേൾഡ്. ഓക്കെ, അലേർട്ട് ഹലോ വേൾഡ്. അലേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും, ഒരു ബോക്സ് പോപ്പപ്പ് ചെയ്യും. അതാണ് അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു പോപ്പപ്പ് മെനു, ഒരു ഡയലോഗ്, ഒരു റെക്ടാങ്കിൾ ബോക്സിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഓക്കെ, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഇത് എപ്പോഴാണ് എഴുതി കാണിക്കുക എന്ന് നമുക്ക് നോക്കാം. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി പോർഷനിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, ഒരു ബട്ടൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ കൂടെ എന്താണ്, ഓൺ ക്ലിക്ക്, ഇറ്റ് ഇസ് എൻ ഇവന്റ്. ഓൺ ക്ലിക്ക് ഈക്വൽ ടു എന്താണ്, യു ഹാവ് ടു കോൾ സേ ഹലോ ഫംഗ്ഷൻ. ഓക്കെ, ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ എന്താണ് കൊടുത്തത്, സേ ഹലോ. സേ ഹലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൊടുത്ത ഫംഗ്ഷന്റെ പേരാണ്. അവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലുമാണ് പേര് കൊടുക്കുന്നത് വെച്ചാൽ സെയിം നെയിം ഷുഡ് ബി ഗിവൺ ഹിയർ. ഓക്കെ, വാല്യൂ, ബട്ടന്റെ വാല്യൂ എന്താണ്, സേ ഹലോ. ഓക്കെ, അതായത് ബട്ടൺ ക്രിയേറ്റ് ആയി, ബട്ടന്റെ പേര് എന്താണ്, സേ ഹലോ. അതായത് യു ഹാവ് ടു റൈറ്റ് സേ ഹലോ എന്ന് ഇവിടെ വേണം. ഓക്കെ, സേ ഹലോ എന്നാണ് ബട്ടന്റെ മുകളിൽ എഴുതിയ പേര്. സോ വെൻ യു ആർ ക്ലിക്കിംഗ്, ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എന്ത് വേണം, നേരെ ഈ ഫംഗ്ഷനിലോട്ട് പോകും, സേ ഹലോ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ പോവും. അവിടെ എന്താ ചെയ്യേണ്ടത്, ഒരു റെക്ടാങ്കിൾ ബോക്സ് ഓപ്പൺ ആവും, അതിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിക്ക് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടാസ്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ക്ലിക്ക് ആണെന്നുള്ളത് ഒരു ഇവന്റ് ആവുന്നത് എങ്ങനെയാ, ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവന്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഓൺ ക്ലിക്ക് ഈക്വൽ ടു സേ ഹലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫംഗ്ഷന്റെ പേര് അവിടെ കൊടുക്കാം. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ഹെഡ് പോർഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു ഇവന്റ് ഇതുപോലത്തെ ബട്ടന്റെ കേസിലോ എങ്ങനെ എന്തെങ്കിലും നമുക്ക് ജനറേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഹെഡിലാണ് കൊടുക്കുക. ഓക്കെ, ഹെഡ് സെക്ഷനിലാണ് കൊടുക്കുക. ക്ലിയർ ആണോ? ആ ഫംഗ്ഷൻ ക്ലിയർ ആണോ? എങ്ങനെയാണ് ഇവന്റ് ജനറേറ്റ് ആയി എന്നുള്ളത് ക്ലിയർ ആണോ? യു ക്യാൻ ഗിവ് ഐദർ ഇൻ ഹെഡ് പോർഷൻ ഓർ ഇൻ ബോഡി പോർഷൻ. ഇപ്പൊ ഹെഡിന്റെ മാത്രം പറയാം, ബോഡിയുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഹിയർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ ഫംഗ്ഷൻ എഴുതുന്നത് പഠിക്കുക. ഫംഗ്ഷൻ സ്പേസ് ഫംഗ്ഷന്റെ പേര്, കേളി ബ്രാക്കറ്റിൽ അതിന്റെ മെത്തേഡ്. എന്താ മെത്തേഡ്? ഇവിടെ നിങ്ങൾ
അലേർട്ട് ആണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പം ഒരു ഡയലോഗ് ബോക്സിൽ അലേർട്ട് കൊടുക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ക്ലിക്ക് മനസ്സിലാക്കുന്നത്? ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവന്റ് വെച്ചിട്ടാണ്. ഓൺ ക്ലിക്ക് ഈക്വൽ ടു ആ ഫംഗ്ഷന്റെ പേര്. ഓക്കെ, അതാണ് ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്തത്. വെൻ യു ക്ലിക്ക് സേ ഹലോ ബട്ടൺ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഹെഡ് സെക്ഷന്റെ ക്ലിയർ ആണോ? നമ്മുടെ പേർപ്പസിനനുസരിച്ചിട്ടാണ് ഹെഡിലും ബോഡിയിലും ഇടുന്നത്. എപ്പോഴാണ് ബോഡിയിൽ ഇടുക എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഹെഡിൻ്റെത് ക്ലിയർ ആണോ? ഓക്കെ, യൂസർ ഇന്ററാക്ഷൻസ് വരുന്ന കേസിൽ, ഇപ്പോൾ യൂസറിന്റെ ക്ലിക്ക്, യൂസറുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വരുന്നതൊക്കെ നമ്മൾ ഹെഡിലാണ് ഇടുക സ്ക്രിപ്റ്റ്. ഓക്കെ, അല്ലാത്ത കേസിൽ ജസ്റ്റ് ബോഡി HTML പേജിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ബോഡി പോർഷനിൽ ഇട്ടാൽ മതി. ഇന്ററാക്ഷൻസ് കംപ്ലീറ്റ് ഹെഡിലാണ്. അതാണ് പറഞ്ഞത്, പേർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റിനെ നമുക്ക് ഹെഡിലിടാം, അതർവൈസ് ബോഡിയിലിടാം. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത് മതി, ബാക്കി നമുക്ക് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനന്ദ്, അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ. അജ്മൽ ആബ്സെന്റ് ആണോ? അജ്മൽ ഉണ്ടായിരുന്നല്ലോ നേരത്തെ. അനഘ, അഞ്ജലി, അനുഗ്രഹ്. ഓക്കെ, അതിൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന ഷിറിൻ. ഓക്കെ, കാർത്തിക്. ഓക്കെ, ജസ്ന. കീർത്തന, സിനാൻ, ഇജാസ്, നഫ, നേഹ. നഫ ആബ്സെന്റ് ആണോ? നേഹ. ഹലോ മിസ്, പ്രസന്റ് ആണ്. നെഫ. ഓക്കെ, നേഹ. നേഹ, റേഞ്ച് ഇഷ്യൂ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടോളൂ, പറയണമെന്നില്ല. നേഹ. ഓക്കെ, നിതിൻ, പ്രണവ് എ, പ്രണവ് സി. ഓക്കെ, റേസ, റസാന, റിസ്വിൻ, റോഷൻ, സഹല ബി, സഹല എൻ, സംഗീത് ആബ്സെന്റ് ആണോ? സാരംഗ്. ഓക്കെ, ഷാരുൺ, ശ്രദ്ധ, വിഷ്ണു. ഓക്കെ, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, absent. Shirona. Okay, so absent is Anjita. Okay, Ijas poyo. Okay, thank you.